ഹായ് ഫ്രണ്ട്സ്, എലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ചേട്ടായിക്ക് വേണ്ടിയിട്ടാണ്. എഴുതും പൊന്നും സ്കൂളിൽ പോയി. അവർ രാവിലെ സെറീൽസ് കഴിച്ചിട്ടാണ് പോയത്. ഹെലിയാണെങ്കിൽ കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന തേങ്ങയില്ലേ, ഇത് ഫ്രോസൺ ഗ്രേറ്റഡ് കോക്കനട്ടാണ്. ഇതാണ് ഞങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പക്ഷേ പാല് കലക്കാനായിട്ട് മാഗിയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഹെലിക്കുട്ടി എനിക്ക് വരുന്നതിൻ്റെ മുന്നേ രാവിലത്തെ തന്നെ പരിപാടികളെല്ലാം തീർക്കണം. അവളുടെ ഫുഡെല്ലാം ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി അതും ചെയ്തു വെക്കണം. കാരണം അവൾ വരുമ്പോൾ തന്നെ അവൾക്കുള്ള ഭക്ഷണവും അവളുടെ മരുന്നും എല്ലാം എനിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അവൾ എണീപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോണത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഹെലിൻ്റെ ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണതൊക്കെ. അതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടായി റെഡിയായി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അതിക്ക് മുന്നേ രാവിലെ തന്നെ ബിന്നെല്ലാം കെട്ടി കളയണം. അപ്പോൾ അതെല്ലാം കെട്ടി മാറ്റാണ്. ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഈച്ചയുടെ ശല്യം കൂടുതലാണ്. ഇതാണ് വലുത്. പക്ഷെ അതിന്റെ സൈഡ് ഇച്ചിരി പോയിട്ടുണ്ട്. പുട്ട് എങ്ങനെയുണ്ട് ചേട്ടാ? അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഹെലിക്കുട്ടി എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവളെ ടോയ്ലറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവളെ കൊണ്ടുവന്ന് അവൾക്ക് ഫീഡിങ് കൊടുക്കുകയാണ്. അവൾക്കെല്ലാം ബ്ലെൻഡഡ് ഫുഡാണ്, ട്യൂബിക്കോടെയാണ് രാവിലെ കൊടുക്കുന്നത്. അവൾ ആദ്യമൊക്കെ ഓർലി എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവൾ ഒട്ടും തന്നെ ഓർലി രാവിലെ എടുക്കുന്നില്ല. ക്ഷീണം കാരണം കൊണ്ടാണ്. അപ്പോൾ അതേസമയം ഉച്ച കഴിഞ്ഞൊക്കെ അവൾ ഓർലി ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഫുഡും മെഡിസിനും എല്ലാം ഞാനിപ്പോൾ തന്നെ കൊടുക്കും. പെപ്പാപ്പിഗ് വെച്ച് കണ്ടിട്ടാണ് പുള്ളിക്കാരത്തി ഫുഡ് എടുക്കുന്നത്. അല്ലെങ്കിൽ അതിനൊന്നും കോപ്പറേറ്റീവ് ചെയ്യില്ല. അങ്ങനെ ഹെലിക്കുട്ടിക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ പോയി. അതായത് അവൾക്ക് ചിക്കൻ കുറച്ച് ബട്ടറിൽ വേവിച്ച് അതിനകത്ത് അല്പം സെലറിയും പിന്നെ കുറച്ച് ഒനിയനും മിക്സഡ് ഹെർബ് അങ്ങനെയൊക്കെ ഇട്ട് വേവിച്ചു. ഗാർലിക് പൗഡർ പിന്നെ കുറച്ച് ക്രീം ഒഴിച്ചു. എന്നിട്ടൊരു ക്രീമി ചിക്കനായിട്ട് എടുത്തു. അവളിപ്പോൾ ഉറങ്ങുവാണേ. ഉറങ്ങുന്ന സമയത്ത് വീട്ടിൽ ബാക്കിയുള്ള പണികളോടും തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തലേ ദിവസം അലക്കിയിട്ടായിരുന്ന തുണികളെല്ലാം മടക്കി അതൊക്കെ എടുത്ത് വയ്ക്കണം. പിന്നെ ഇവിടെ ലോഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഹൂർ ചെയ്യാനുണ്ട്, അടക്കി പറക്കാനുണ്ട്. അവളിവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്നും ഒന്നും സമയം കിട്ടത്തില്ലല്ലോ. അത് അവൾ ഉറങ്ങുന്ന സമയത്താണ് ഭൂരിഭാഗവും ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്തു തീർക്കുന്നത്. പിന്നെ ഈ ഐപാഡിൽ എനിക്ക് അവളെ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുള്ളൂ. അവിടെ ഫുൾ CCTV റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് എന്ത് സീഷ്യസ് വന്നാലോ അവൾ അനങ്ങിയാലോ എല്ലാം എനിക്കറിയാൻ പറ്റും. അവളുടെ കളി കഴിഞ്ഞ് പോയിട്ട് അവൾ ഇത് മുഴുവൻ വലിച്ചു വാരിയിട്ടിട്ട് പോയേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് പറക്കി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെയും വാരി വലിച്ചിടും. അത് തന്നെയാണ് അവളുടെ ഒരു മെയിൻ കളി എന്ന് പറയുന്നത് തന്നെ. പക്ഷേ ഹൂറൊക്കെ ചെയ്യണമെങ്കിൽ ഇത് അടക്കി പറക്കി വെക്കാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഇത് ഹെലിയുടെ ആക്ടിവിറ്റി ചെയറാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചാർജ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഞാൻ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം വിട്ടേ പോകും. അപ്പോൾ അത് ഇവിടെ ഒരാൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും പോവും. ഇതിങ്ങനെയാണ് 10 മിനിറ്റ് കൂടുമ്പോൾ ഉറങ്ങി എണീറ്റ് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഇവർക്ക് കുറച്ച് വെള്ളം കൊടുക്കണം, ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. പിന്നെ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് കളിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഉറങ്ങണം എന്ന് പറയും. അപ്പോൾ പിന്നെയും കൊണ്ടുപോയി കിടത്തണം. ഇങ്ങനെ അമ്മയുടെ അപ്പയുടെയും മടിയിലിരുന്ന് കൊഞ്ചാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കൊച്ച് വേറൊരു കൊച്ചില്ല. എപ്പോഴും കൊഞ്ചണം ആൾക്ക്. എപ്പോഴും ഒരു കുഞ്ഞുവാവിയായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവൾ വലുതായെന്ന് തോന്നാറേ ഇല്ല. എപ്പോഴും ഞങ്ങൾക്ക് ഇവൾ ബേബി തന്നെയാണ്. Ready, steady, ഇല്ലേ? വേണ്ട എന്നാ വേണ്ട. ഓക്കെ, ready, steady, go. Ready, steady, go. Well done, Heli. Ready, steady.
ready? മുടിയേട്ടാ സമ്മതിച്ചില്ല. ഹെലി എഴുന്നേറ്റ് വന്ന് അവൾ പപ്പയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ശരിയാക്കാവുന്നു. ഇന്ന് ഞങ്ങൾക്ക് ചോറല്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടുത്തെ രീതിയിൽ കുറച്ച് വെജിറ്റബിൾസ് പുഴുങ്ങിയതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫിഷുമാണ്. ഫിഷ് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു തരം ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെ വെജിറ്റബിളൊക്കെ പുഴുങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടിയില്ലാണ്ട് കഴിക്കാൻ പറ്റും. അതല്ലാണ്ട് ഒലത്തയോ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ ക്യാരറ്റും ബീൻസും ഒക്കെ തിന്നാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. പക്ഷേ ഇങ്ങനെ പുഴുങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ മെയിനായിട്ടുള്ള ഫുഡ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിശപ്പിന് നന്നായിട്ട് പോയിക്കോളും. ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ വെച്ചത് കുറച്ച് മഷ്റൂമാണ്. മഷ്റൂം ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് പച്ചപ്പയറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ച ബീൻസ് അതും കൂടി അതിനകത്ത് ഇട്ടിട്ട് ഓവനിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വെന്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബീൻസ് കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റിയെടുത്ത് വെച്ചിട്ട് ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടറും പിന്നെ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും അടുക്കളയിലത്തെ ബാക്കി പരിപാടികളെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം ഹെലീൻ്റെ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫിഷ്. ഇത് നമ്മൾ ഫില്ലറ്റായിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. ഒരു പാക്കറ്റിൽ 2 ഫില്ലറ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ വിനെഗർ ഉപ്പ് ഒഴിച്ച് എപ്പോഴും ക്ലീൻ ചെയ്യും. അപ്പോൾ അതിന് മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിഷ് മാത്രമല്ല കേട്ടോ ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. മട്ടൺ വാങ്ങിച്ചാലും പിന്നെ താറാവ്, പോർക്ക് ഇതൊക്കെ വാങ്ങിച്ചാലും വിനെഗറും ഉപ്പ് ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ആ മുഷിമണം ഇല്ലേ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആ മുഷിമണം തീരെ ഉണ്ടാവാറില്ല. അത് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ആ വെളുത്ത് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചതിടും. പിന്നെ അതിനകത്ത് പിന്നെ ഗ്രീൻ കളർ ഇലയുടെ പോലെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരിയാണ്. അതൊരു ഹെർബാണ്. അത് കുറച്ചുകൂടി മീനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് പെപ്പർ പൗഡറും പാപ്രിക്ക പൗഡറൊക്കെയാണ്. പാപ്രിക്ക പൗഡറൊക്കെ ഇടുമ്പോൾ നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ വെളുത്തിരിക്കില്ലല്ലോ. അപ്പോൾ നല്ല റെഡിഷ് കളറൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മറിച്ചിട്ടിടാം കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് മറിച്ച് മുറിച്ച് കിട്ടുന്നതാണെങ്കിൽ പതുക്കെ വേവിച്ചെടുക്കണം. സ്ലോ കുക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ മാംഗോ കണ്ടോ, ഇത് ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരുന്ന മാംഗോ ആണ്. നല്ല മധുരമാണ് ഇതിന്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഉണ്ടല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ്ഡ് പൊട്ടറ്റോയാണ്. ഇത് റെഡിയാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് മൈക്രോവേവ് ഇത് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ റെഡി ചെയ്തിട്ട് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടി